നമസ്കാരം. ഏത് ദുഷ്കരമായ ഭൂപ്രകൃതിയിലും ശത്രുവിനെ അമ്പരപ്പിക്കുന്ന വേഗത്തിൽ മിന്നലാക്രമണം നടത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമോ? തീർച്ചയായും കഴിയും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് 1 പാരാ സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെസ്റ്റേൺ കമാൻഡിന് കീഴിലുള്ള ഈ അത്യാധുനിക സേനാ വിഭാഗം നടത്തിയ ഏറ്റവും പുതിയ പരിശീലന പ്രകടനം ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ സൈനിക ശക്തിയുടെ വലിയൊരു സാക്ഷ്യപത്രമായി മാറുകയാണ്. എന്താണ് ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത? വെറും സൈനികരെ മാത്രം ഹെലികോപ്റ്ററിൽ എത്തിക്കുകയല്ല ഇവിടെ നടന്നത്. അതിലുപരി യുദ്ധഭൂമിയിൽ നിർണായകമായ ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ അഥവാ LSVനെ ഹെലികോപ്റ്ററിൻ്റെ അടിയിൽ കെട്ടിവലിച്ച് നിശ്ചിത ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി ഇറക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ പ്രധാന വെല്ലുവിളി. സാധാരണഗതിയിൽ കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്ന ദുർഘടമായ മലനിരകളിലും വനമേഖലകളിലും വെറും മിനിറ്റുകൾക്കുള്ളിൽ കനത്ത ആയുധങ്ങളുമായി സൈന്യത്തിന് ഇറങ്ങാൻ കഴിയുമെന്നത് ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. ഇത് വെറുമൊരു പരിശീലനമല്ല, മറിച്ച് ഏത് അത്യാഹിത സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ റാപ്പിഡ് ഫോഴ്സ് പ്രൊജക്ഷൻ അഥവാ അതിവേഗത്തിലുള്ള സൈനിക വിന്യാസം ഇന്ന് ലോകോത്തര നിലവാരത്തിലാണ്. ഈ ഓപ്പറേഷനിലൂടെ സൈന്യം ഉറപ്പുവരുത്തുന്നത് 3 കാര്യങ്ങളാണ്. 1. ഓപ്പറേഷണൽ മൊബിലിറ്റി. ഏത് ദുഷ്കരമായ പ്രദേശത്തും തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള കഴിവ്. 2. ഫ്ലെക്സിബിലിറ്റി. സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്ത്രങ്ങൾ മാറ്റാനുള്ള ശേഷി. 3. മിഷൻ റെഡിനെസ്. ഏതു നിമിഷവും യുദ്ധത്തിന് സജ്ജമായിരിക്കുക എന്നത്. ഇത്തരത്തിലുള്ള നൂതനമായ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഭാവിയിലെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ നമ്മുടെ സൈന്യത്തെ സുസജ്ജമാക്കുകയും ചെയ്യുന്നു. ഇന്നൊവേഷൻ അഥവാ പുതിയ കണ്ടുപിടുത്തങ്ങളെ യുദ്ധതന്ത്രങ്ങളുമായി കോർത്തിണക്കുമ്പോൾ അത് വെറുമൊരു വിജയമല്ല, മറിച്ച് രാജ്യം സുരക്ഷിതമാണെന്ന ഉറപ്പാണ്. 1 പാരാ സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ്റെ ഈ ഉജ്ജ്വല പ്രകടനത്തെ നമുക്ക് അഭിമാനത്തോടെ നമിക്കാം. ജയ് ഹിന്ദ്.